എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ വൈകുന്നേരത്തോടെയാണ് പ്രസിദ്ധീകരിക്കുക. ചിലപ്പോൾ നാളെ രാവിലെ ഏകദേശം 7 മണിയോടെ പ്രസിദ്ധീകരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം ഏകദേശം 5 മണിയോടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് കാണുന്ന ആ ഒരു കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് സ്പെല്ലിങ്സ് കാണാം, അത് കറക്റ്റായിട്ട് നൽകുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിലേക്ക് നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എന്ന സ്കൂളിലാണ് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളത്. നിങ്ങൾ എന്ന സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾ മാറിയെന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതിയ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സിലേക്കോ സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ കോഴ്സിലേക്കോ നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വഴി ഏത് ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഓപ്ഷൻ ലഭിച്ച ആ ഒരു ഓപ്ഷൻ എവിടെയാണോ, അതായത് ഏത് സ്കൂളിലേക്കാണോ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്, ഏത് കോഴ്സിലേക്കാണോ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച അങ്ങോട്ടേക്ക് മാറേണ്ടതായിട്ട് വരും. അതേസമയം നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയ അതേ സ്കൂളിൽ തന്നെ തുടർന്നും പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് യാതൊരുവിധ കാരണവശാലും ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഇനി വിദ്യാർത്ഥികൾക്ക് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതായത് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫീസ് നിങ്ങൾക്ക്, അതായത് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസ് വല്ലതും വരികയാണെങ്കിൽ ആ ഒരു ഫീസ് നിങ്ങൾ സ്കൂളിൽ നൽകിയാൽ മതിയാകും. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന ഫീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്നിവയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും. അതുപോലെ തന്നെ PTA ഫണ്ട് ഇവയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ അത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് ഏത് സ്കൂളിലേക്കാണോ, അതായത് മറ്റൊരു സ്കൂളിൽ എവിടെയാണോ കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സെയിം കോഴ്സിനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ PTA ഫണ്ടും അതുപോലുള്ള കാര്യങ്ങൾ നൽകിയാൽ മതിയാകും. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു ഹയർ ഓപ്ഷനിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ PTA ഫണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ മുൻപ് സ്കൂളിൽ അടച്ചിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ എന്നിവയൊക്കെ എടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ആ ഒരു പേജിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സും സഹിതം നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നാളെ രാവിലെയോടെയോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ഏകദേശം 5 മണിയോടെയോ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ രാവിലെയാണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 7 മണിയോടെ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ അത് 7 മണിക്ക് റിസൾട്ട് വന്നിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നാളെ വൈകുന്നേരത്തോടെ മാത്രമാണ് ഈ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു രാവിലെ റിസൾട്ട് വരും എന്ന് കരുതി സ്കൂളിൽ പോവാതിരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.